4 മണി കഴിഞ്ഞ നാളെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് അർബു ബേബീൻ്റെ ഒരു ഈവനിങ് ഫുഡ് റൂട്ടീനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ മോർണിംഗ് മുതലുള്ളത് എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് എനിക്കത് എടുക്കാൻ സാധിച്ചില്ല. സോ നമുക്ക് ഈവനിങ് ഫുഡ് റൂട്ടീൻ്റെ ഒരു വീഡിയോ എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു സമയം 4:15 ആവുന്നേ. ഇപ്പോൾ അവിടെ നല്ല ഉറക്കമാണ്. കുട്ടി എണീറ്റു ഗൈസ്. സോ ഇനി ഞാൻ കുറച്ചുകൂടി സൗണ്ട് സംസാരിക്കും. ഓക്കെ, സോ ഞാൻ നോർമലി ഇവർക്ക് രാവിലെ ഇപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ ഫീഡിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോഴേക്ക് രാവിലെ ഒന്ന് കുറുക്കോ അല്ലെങ്കിൽ കഞ്ഞിയോ, നെല്ലിത്തരീൻ്റെ കഞ്ഞിയൊക്കെയാണ് കൊടുക്കാറ്. കുറുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റാഗീൻ്റെ, അതുപോലെ തന്നെ കുന്നംകായക്കൻ്റെ കുന്നംകായക്കാന്ന് പറയും, പക്ഷെ നമ്മളിവിടെ കുന്നംവാഴക്കപ്പൊടിൻ്റെ കുറുക്ക് അതൊക്കെയാണ് കൊടുക്കാറ്. കുന്നംവാഴക്കേൻ്റെ പൊടി അല്ലെങ്കിൽ നമ്മളെ മുത്താറീൻ്റെ പൊടി, അതിൻ്റെയൊക്കെ കുറുക്കാണ് രാവിലെ ഞാൻ അവർക്ക് കൊടുക്കാറ്. ഒന്നല്ലെങ്കിൽ ഒന്ന് മാറിയിട്ട് കൊടുക്കും. ഇപ്പോൾ ഈവനിങ് ഞാൻ മുത്താറി ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം മുത്താറി ഈവനിങ് കൊടുക്കണ്ടെന്ന് കൊടുക്കണ്ടെന്ന് വെച്ചാൽ ഓരോ പിള്ളേർക്ക് ഓരോ പോലെയാണ്. അപ്പോൾ അർഹക്ക് അത് ഈവനിങ് കഴിക്കുന്നതുകൊണ്ടാണോന്ന് അറിയില്ല, വയറിനൊരു സ്റ്റക്ക് പോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കോൺസ്റ്റിപ്പേഷൻ ഫീൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈവനിങ് അത് നമ്മുടെ ഈ ഒരു മുത്താറിയിൽ കുറുക്ക് കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ട്. അതൊക്കെ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെയാണ് മുത്താറിൻ്റെ കുറുക്ക് കൊടുക്കാറ്, അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് ആയിട്ട് വേവിച്ച് കൊടുക്കും. അതുപോലെ തന്നെ ഉച്ചക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ്, ഒന്നെങ്കിൽ ക്യാരറ്റ് അല്ലെങ്കിൽ നമ്മുടെ മത്തൻ, ഇത് രണ്ടുമാണ് ഇപ്പം ഞാൻ മാറി മാറി കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അതേപോലെ തന്നെ പഴം അവർക്ക് തീരെ ഇഷ്ടമാണ്. തീരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് ഈ അടുപ്പ് കത്തിക്കുന്നതുകൊണ്ട് തന്നെ ചൂടാറുണ്ടായിരുന്നു. അപ്പോൾ ചുട്ടിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ആദ്യമൊക്കെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തീരെ ഇഷ്ടമില്ല. അത് വായിൽ വെക്കുമ്പോൾ തന്നെ ഒരുമാതിരി എക്സ്പ്രഷനൊക്കെ. പിന്നെ ഞാനത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ വീണ്ടും ഇടയ്ക്കൊന്ന് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ വലിയ സീനില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ ഉച്ചക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മത്തൻ വേവിച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ക്യാരറ്റ് വേവിച്ചിട്ടോ, അല്ലെങ്കിൽ പഴം പുഴുങ്ങിയിട്ടൊക്കെയാണ് കൊടുക്കാൻ. പിന്നെ ഈവനിങ്ങിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 4 മണി 4:30 ആവാനായിട്ട്, 4:30 ആയിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ സമയം. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4:30 ഇവളിപ്പോൾ എണീച്ചിട്ടുണ്ട്. അപ്പോൾ എണീച്ച് പാലൊക്കെ കുടിച്ച് ഇവർക്കൊരു റൗണ്ട് അടിക്കുന്നുണ്ട്, അച്ഛമ്മയ്ക്കും നോക്കും. അപ്പോൾ ഇവർ ഈ റൗണ്ട് അടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു 6 മണിയാകുമ്പോഴേ പിന്നെ റിട്ടേൺ എത്തുള്ളൂ. ഇവിടെ ഒരു പാടമാണ്. അപ്പോൾ ആ പാടത്തിൽ കൂടെ 2 റൗണ്ടൊക്കെ അടിച്ച് പിന്നെ കാക്കേനോടും പൂച്ചേനോടൊക്കെ കഥ പറഞ്ഞിട്ട് വീട്ടിലെത്തണം. അപ്പോൾ ഇവൾ അർബു വരുമ്പോഴേക്ക്, ഇവർ നടന്നു വരുമ്പോഴേക്കും ഞാൻ ഈവനിങ്ങുള്ള ഫുഡ് റെഡിയാക്കി വയ്ക്കില്ല. അതൊരു 7 മണീൻ്റെ മുമ്പായിട്ട് ഞാൻ കൊടുക്കാറുണ്ട് ഈവനിങ് കഴിക്കുന്ന ഫുഡ്. അത് ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അധികം കൊടുക്കാറ് ഇതാണ് കുന്നംവാഴക്കപ്പൊടീൻ്റെ കുറുക്കാണ്. അതാണ് ഞാൻ വൈകുന്നേരം കൊടുക്കാറ്. ഉച്ചയ്ക്ക് രാവിലെയാണ് മാറ്റി എന്തെങ്കിലും വേറെ കൊടുക്കാറുള്ളത്. എനിക്ക് വൈകുന്നേരം ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് അർബുബേബിൻ്റെ ഫുഡ് റൂട്ടീൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വൈകുന്നേരത്തെ ഫുഡിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇതിൻ്റെ തൊട്ട ബർത്ത്ഡേയുടെ എപ്പിസോഡ്. 4 മണി കഴിഞ്ഞ നാളെ അച്ചക്കുട്ടിയുടെ അച്ചക്കുട്ടി No.
ഇതെന്താ അന്നനട നടക്കണ പോലെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഗാർഡനിൽ ഉണ്ടായിട്ടുള്ള ചെടികളാണ്. ഇതൊക്കെ അച്ഛൻ്റെ സംരക്ഷണത്തിൽ ഇപ്പോഴും എന്താ പറയുക നിലനിന്ന് പോകുന്ന കുറച്ച് ചെടികളാണ്. പൂക്കൾ ഉണ്ടാവുന്നതും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കായ്ഫലം തരുന്നതായിട്ടുള്ള മരങ്ങളുമുണ്ട്. വരുന്ന വഴിക്ക് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇതിൻ്റെ കൂടി ഒരു വീഡിയോസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമല്ല, പക്ഷേ എന്നാലും കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഇതിൽ ആഡ് ചെയ്യാനായിട്ട്. ഇതിൽ പലതിൻ്റെയും പേര് ഒന്നും കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല, ചിലതിൻ്റെയൊക്കെ അറിയത്തുള്ളൂ. നനച്ചു കൊടുക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും ഇത് ഉണ്ടായി കാണാനായിട്ട് നല്ല രസമാണ്, അതുപോലെ തന്നെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇതുപോലെ പൂക്കളോടൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അർഹു ബേബിക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. അത് കുന്നംവാഴക്കപ്പൊടീൻ്റെ കുറുക്കാണ് ഉണ്ടാക്കിയത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതിൽ ഒരു 1.5 സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് പനക്കൽക്കണ്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിക്കാവുന്നതാണ്. ഇത് പെട്ടെന്ന് അടി പിടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് ലോ സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അത് കുറുകി വരുന്നത് വരെ. പിന്നെ ഞാനൊരു അബദ്ധം ചെയ്തു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്തു. അതായത് എയർ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. പക്ഷേ അത് എയർ ഡ്രോപ്പിൽ അവിടേക്ക് എത്തിയതും ഇല്ല, എയറിലാവുകയും ചെയ്തു. അപ്പോൾ അത് റിക്കവർ ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അത് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നല്ല ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് വാക്കെടുത്ത് കൊടുക്കാം. അപ്പ തിന്നണ്ട, അങ്കി തിന്നണ്ട. ആ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ് പറഞ്ഞോളൂ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. Good night. Good night. Okay, bye. Good night.